ഗർഭാവസ്ഥയിൽ തന്നെ വൈകല്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഗർഭഛിദ്രം നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച ബാലനിന്ന് ഇടവകയിലെ സജീവ അൾത്താര ബാലനായി ലോകത്തിന് മുഴുവൻ പ്രചോദനമാകുന്നു. ഡൗൺ സിൻഡ്രം ബാധിച്ച ബെൻ എന്ന ബാലന്റെ ജീവിതകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിശ്വാസികൾക്കിടയിൽ തരംഗമാകുന്നത്. ജനനത്തിന് മുൻപ് തന്നെ അവന് ഡൗൺ സിൻഡ്രം ഉണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ ഭാവി ഇരുളടഞ്ഞതാണെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി ഗർഭം അലസിപ്പിക്കാനാണ് ഡോക്ടർമാർ മാതാപിതാക്കളെ ഉപദേശിച്ചത്. എന്നാൽ കടുത്ത കത്തോലിക്ക വിശ്വാസികളായ ആ മാതാപിതാക്കൾ ആ നിർദ്ദേശം സ്നേഹപൂർവ്വം നിരസിച്ചു. ഓരോ ജീവനും ദൈവത്തിന്റെ ദാനമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ അവർ ബെന്നിനെ സ്വീകരിച്ചു. ഇന്ന് തന്റെ പരിമിതികളെ മറികടന്ന ബെൻ തന്റെ ഇടവകയിൽ സജീവമായ ഒരു അൾത്താര ബാലനാണ്. വിശുദ്ധ കുർബാനയ്ക്കിടെ ഭക്തിയോടും അച്ചടക്കത്തോടും കൂടി അവൻ അൾത്താരയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ വിശ്വാസികളുടെ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയാണ്. ഡൗൺ സിൻഡ്രമുള്ള കുട്ടികൾക്ക് പലപ്പോഴും ഏകാഗ്രത കുറവാണെന്ന് പറയുമ്പോഴും ബെൻ അൾത്താരയിൽ അസാമാന്യ കൃത്യതയും ഭക്തിയും പുലർത്തുന്നു. ജീവൻ അതിൻ്റെ എല്ലാ രൂപത്തിലും പവിത്രമാണെന്നും വൈകല്യങ്ങൾ ഒരാളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല എന്നും ബെന്നിന്റെ ജീവിതം വിളിച്ചു പറയുന്നു. അബോർഷൻ ക്ലിനിക്കുകളിലേക്ക് അയക്കപ്പെടേണ്ടവരല്ല, മറിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് ഇത്തരം കുഞ്ഞുങ്ങളെന്ന് ബെന്നിന്റെ മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബെൻ അൾത്താരയിൽ നിൽക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ സ്നേഹത്തിന് ജീവിക്കുന്ന അടയാളമായി മാറുന്നു. അവനെ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പദ്ധതിയിൽ എത്രമാത്രം വിലപ്പെട്ടവനാണെന്നാണ് ബെന്നിന്റെ ഇടവക വികാരി പറഞ്ഞത്.